അച്ഛൻ. എന്താടാ കൊറേ നേരമായാലും രണ്ടുപേരും കൂടി അംഗം വിട്ട്. ഇവനെ പണ്ട് ഒരു നസ്രാണി പെണ്ണെ പ്രേമിച്ചതിന് ആങ്ങളമാരെല്ലാരും കൂടി കൈ തല്ലി ഒഴിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പോഴേ കെട്ടിയോനെഞ്ചത്ത് ഒരു പുള്ളയുമായി ആരോരുമില്ലാതെ വാടക വീട്ടിൽ കഴിയും അവള്. അതിന് സങ്കടത്തിലായി ഇവൻ. അച്ഛാ, അവളുടെ കാര്യങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. ആരുമില്ലാത്ത അവൾക്ക് ഞാനൊരു ജീവിതം കൊടുത്തോട്ടെ. നീ എന്തൊക്കെയാണ് ചെറുക്കായി പറയുന്നത്? ഇതെന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. രണ്ടാം കെട്ടുകാരിയായ മാപ്പിളേച്ച ഈ പടിച്ചു വിട്ടാൽ ഞാൻ അനുവദിക്കല. പോരാഞ്ഞിട്ട് ആർക്കോ ജനിച്ച ഒരു അശ്ലീകരം. ശബ്ദിച്ചു പോകരുത്. നിന്റെ അച്ഛനും അമ്മയും ഒരേ ജാതിയിൽപ്പെട്ടവരാണോ? ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഈ ഭൂമിയിൽ ജൂലി നിനക്കായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ അട്ടഹാസങ്ങളെയും നിഷ്ക്രിയമാക്കിക്കൊണ്ട് അവൾ നിന്റേതായി മാറും. അത് ദൈവനിശ്ചയം. രാഹുലേ, അച്ഛാ, ജീവിതകാലം മുഴുവൻ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ വിളിച്ചോണ്ട് പാടാ അവളെ. നിനക്ക് നിന്റെ അപ്പനുണ്ട്. പാറു, അവളെയും കുഞ്ഞിനെയും 5 തിരിയിട്ട നിലവിളക്ക് കയ്യിൽ കൊടുത്ത് സ്വീകരിക്കാൻ നീ തയ്യാറാണോ? മകളായി സ്വീകരിക്കാൻ നിനക്ക് മടിയുണ്ടോ? ഇല്ലെങ്കിൽ പറയൂ, ഞാൻ കൊടുക്കാം. ഇല്ല, ഞാൻ കൊടുത്തോളാം. ജൂലിയാ വിളിക്കുന്നത്.